അതും തിരിച്ചടവിന് പറയുന്നത് NBV ആണ്. അപ്പോൾ ആ തരത്തിൽ തിരിച്ചടക്കേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ രൂപത്തിലുള്ള ബാധ്യതയാണ് സൂചിപ്പിച്ച് 12,000 കോടി രൂപയോളം വരാം എന്ന് സൂചിപ്പിച്ചു. അതേസമയത്ത് തൂത്തുക്കുടി തുറമുഖത്തിന് കൊടുക്കുമ്പോൾ 1,240 കോടി രൂപ കൊടുത്തിട്ടുള്ളത് തികച്ചും ഗ്രാൻഡായി തന്നെയാണ്. അത് ലോണിൻ്റെ യാതൊരു ഉപാധിയും. അപ്പം നമ്മുടെ സംസ്ഥാനത്തോട് വിവേചനാപരമായൊരു സമീപനം സ്വീകരിക്കുന്നു. യഥാർത്ഥത്തിൽ ദേശീയ പ്രാധാന്യമുള്ളൊരു തുറമുഖമാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇതിനോടകം തന്നെ വിഴിഞ്ഞം ശ്രദ്ധേയമായി. ഇപ്പോൾ ട്രയൽ റണ്ണിൻ്റെ പീരീഡിൽ തന്നെ 70 കപ്പലുകൾ വന്നു. 1,47,000 കണ്ടെയ്നർ നമ്മൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞു. അത് ലോകപ്രശസ്തി ആർജിച്ചിട്ടുള്ള ദക്ഷിണേഷ്യയിൽ ആദ്യം വന്ന ഷിപ്പ് ഉൾപ്പെടെ നിരവധി ഷിപ്പുകളാണ് വന്നുപോയത് എന്നുള്ളത് അഭിമാനകരമാണ്. ഇപ്പോൾ അതിൻ്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തീകരിച്ചു. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് മദ്രാസ് IIT നമുക്ക് കൈമാറുകയും ചെയ്യും. കമ്മീഷൻ ഡേറ്റ് നമ്മൾ കാത്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ തന്നെ ക്ഷണിക്കുന്നതിനാണ് ആലോചിച്ചിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ള സന്ദർഭത്തിൽ VGF തരേണ്ട സമയം കൃത്യമായി നമ്മൾ തരാതിരുന്ന ഘട്ടത്തിലാണ് കേന്ദ്ര ധനകാര്യ മന്ത്രിക്ക് ഇതുപോലെ കത്തയക്കുകയും ആ കത്തിന് ഇപ്പോൾ ഇതുപോലുള്ള മറുപടി വരികയും ചെയ്തു. ഇത് അങ്ങേയറ്റം നമ്മളോട് കാണിക്കുന്ന വിവേചനാപരമായൊരു സമീപനമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹം. അതുകൊണ്ട് കേന്ദ്രം ഇത് തരേണ്ടതാണ്. അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം തുടർന്നും സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. അങ്ങനെ സംശയിച്ചാൽ അവരെ തെറ്റു പറയാനില്ല. ഇപ്പോൾ വയനാടിൻ്റെ പ്രശ്നം എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, എത്രയോ വലിയ വിഷമം നമ്മൾ അഭിമുഖീകരിച്ചതാണ് വയനാടിൻ്റെ പ്രശ്നം. നമുക്കുണ്ടായ ദുരന്തം സമാനതകളില്ലാത്തതാണ്. ദുരന്തം പെയ്തിറങ്ങിയ ഒരു സന്ദർഭം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ബോധ്യപ്പെട്ട കാര്യം. അതേസമയത്ത് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരു ചുഴലിക്കാറ്റുണ്ടായി. ആ കാറ്റ് അതിൻ്റെ ഗതി അടങ്ങുന്നതിന് മുമ്പേ അവർക്ക് 999 കോടി രൂപ കൊടുത്തല്ലോ. ത്രിപുരയ്ക്ക് കൊടുത്തല്ലോ. 3,000 പരം കോടി രൂപ ആന്ധ്രാപ്രദേശിന് ചേർന്ന് കൊടുത്തല്ലോ. അവർക്കൊന്നും ഇത്ര നാശനഷ്ടം ഉണ്ടാവുകയോ വലിയ ദുരന്തം ഉണ്ടാവുകയോ ഇത്ര ആൾ മരിക്കുകയൊന്നും സംഭവം ഉണ്ടായില്ല. അപ്പോൾ വ്യത്യസ്ത രൂപത്തിൽ സംസ്ഥാനങ്ങളോട് BJP ഇതര ഗവൺമെന്റുകളൊക്കെ എടുക്കുന്ന ഒരു സമീപനത്തിന്റെ ദൃഷ്ടാന്തങ്ങളാണ് നമുക്ക് ഈ പല കാര്യങ്ങളുമായി കേരളത്തെ ബന്ധപ്പെടുത്തിയെടുക്കുമ്പോൾ കാണാൻ കഴിയും. അത് വയനാട് ദുരന്തത്തിന്റെ നമുക്ക് കിട്ടേണ്ട അർഹതയായിരുന്നാലും ഇപ്പോൾ വിഴിഞ്ഞത്തിന്റെ VGF ആയിരുന്നാലും ഇത്തരം കാര്യങ്ങളെല്ലാം വിവേചനാപരമായ സമീപനം സ്വീകരിക്കുന്നു. അതാണ് നമ്മുടെ പ്രതിഷേധം നമ്മൾ സൂചിപ്പിക്കുന്നത്.